നമസ്കാരം കൂട്ടുകാരെ. വാട്സാപ്പിൽ കോൾ സൗകര്യം വന്നതായിട്ട് എല്ലാവർക്കും അറിയാം. ഇന്നലെ മുതൽ വീണ്ടും അത് ഇൻവിറ്റേഷൻ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. എന്നാൽ കൂടി ചിലർ ഇപ്പോഴും ആക്ടിവേഷൻ ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ. നമുക്ക് എങ്ങനെയാണ് വാട്സാപ്പിൽ കോൾ സൗകര്യം ആക്റ്റീവ് ആക്കുക എന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ട് വാട്സാപ്പിൻ്റെ APK ഫയല് ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ പ്ലേയിൽ നിന്നോ വാട്സാപ്പിൻ്റെ സൈറ്റിൽ നിന്നോ ലഭിച്ചിരിക്കുന്ന ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്താൽ അതിൽ കോൾ സൗകര്യം നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ വഴി ലഭിക്കുകയില്ല. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് ഓപ്പൺ ആക്കുക. അതിൽ നമുക്ക് ഇതുപോലെയായിരിക്കും നിങ്ങളുടെ കോണ്ടാക്റ്റും മറ്റു കാര്യങ്ങളും കാണുക. ശ്രദ്ധിക്കുക, ഇതിൽ നമുക്ക് ടാബുകളോ ഒന്നും തന്നെ നിലവിലുള്ള വാട്സാപ്പിൽ കാണാൻ സാധിക്കുകയില്ല. APK ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ നിലവിലുള്ള വാട്സാപ്പ് ബാക്കപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ ഫോണിലെ ഓപ്ഷൻസ് മെനു അമർത്തുക. ഓപ്ഷൻസ് മെനു അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നതിൽ നിന്നും ചാറ്റ് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ നിന്നും ചാറ്റ് സെറ്റിംഗ്സ് എടുത്തിട്ട് ബാക്കപ്പ് കോൺവെർസേഷൻസ് എന്നത് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള മെസ്സേജുകൾ എല്ലാം തന്നെ അവിടെ ബാക്കപ്പ് ആവുന്നു. ബാക്കപ്പ് എടുത്തു വച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ലഭിച്ചിരിക്കുന്ന മെസ്സേജുകൾ എല്ലാം തന്നെ വീണ്ടും വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വായിക്കാനും കാണാനും എല്ലാം സാധിക്കുകയുള്ളൂ. ബാക്കപ്പ് എടുത്തു വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള മെസ്സേജുകളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ബാക്കപ്പ് എടുത്തു വെക്കുക. ബാക്കപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ SD കാർഡിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. നിങ്ങൾ തുടർന്ന് ഫോണിന്റെ സെറ്റിംഗ്സ് എന്നതിൽ നിന്നും ആപ്സ് എന്നത് സെലക്ട് ചെയ്യുക. ചില ഫോണുകളിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നായിരിക്കും കാണുക. അതിൽ നിന്നും വാട്സാപ്പ് സെലക്ട് ചെയ്ത് അൺഇൻസ്റ്റാൾ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ കൊടുത്ത് വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട വാട്സാപ്പിന്റെ APK ഫയൽ, ഞാൻ തന്ന ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത APK ഫയൽ ഓപ്പൺ ആക്കി ഇൻസ്റ്റാൾ ചെയ്യുക. ഫയൽ ഓപ്പൺ ആക്കി താഴെ ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വാട്സാപ്പ് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇൻസ്റ്റാൾ ബ്ലോക്ക്ഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്ന യൂട്യൂബ് വീഡിയോയുടെ, ഞാൻ ഈ വീഡിയോടൊപ്പം വെച്ചിട്ടുണ്ട്, ആ വീഡിയോ കൂടി കാണുക. ഇൻസ്റ്റാൾ ബ്ലോക്കിംഗ് മാറ്റുന്നതിന് ആ സൗകര്യം ഉപയോഗിക്കാം. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. തുടർന്ന് എഗ്രി കണ്ടിന്യൂ എന്ന ബട്ടൺ അമർത്തി നിങ്ങളുടെ ഫോൺ നമ്പർ കൺഫേം ചെയ്യുക. നേരത്തെ കൊടുത്ത അതേ ഫോൺ നമ്പർ തന്നെ ആയിരിക്കണം ഇപ്പോഴും കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങളുടെ മെസ്സേജുകളെല്ലാം തന്നെ റീസ്റ്റോർ ചെയ്യാൻ, അതായത് തിരികെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യണോ എന്ന് ചോദിക്കും. റീസ്റ്റോർ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ എല്ലാം തന്നെ തിരികെ നിങ്ങളുടെ ഈ വാട്സാപ്പ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. തുടർന്ന് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ആയിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും തന്നെ ഈ സമയത്ത് കാണാൻ സാധിക്കില്ല. തുടർന്ന് നിങ്ങളുടെ കോൾ സൗകര്യം ലഭ്യമായ ഒരു സുഹൃത്തിനോട് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മുഖേന കോൾ ചെയ്യാൻ പറയുക. കോൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം കട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിന്റെ ഇന്റർഫേസിൽ ഇതുപോലെ 3 ടാബുകൾ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. കോൾസ്, ചാറ്റ്സ്, കോണ്ടാക്ട്സ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇതേ വേർഷൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ വേർഷനുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരാളെ കോൾ ചെയ്യാൻ സാധിക്കുന്നു. അതേസമയം അയാൾ അപ്ഡേറ്റ് ചെയ്യാത്ത വേർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോൾ ചെയ്യാൻ സാധ്യമല്ല എന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു.